1979 ഷാ ഭരണകൂടത്തിനെതിരെ ഇറാനിയൻ വിപ്ലവത്തിലൂടെ അധികാരത്തിലെത്തിയ ഇസ്ലാമിക് റെജിമിന്റെ നേതാവായിരുന്ന ആയത്തുള്ള റുഹുല്ല ഖമേനിയുടെ പിൻഗാമിയായി 1989 ആയത്തുള്ള അലി ഖമേനി ഇറാന്റെ പരമോന്നത നേതാവായി അവരോധിക്കപ്പെടുന്നത്. അന്നു തൊട്ട് ഇന്നോളം ഖമേനി നടത്തി വന്നിട്ടുള്ള പ്രസ്താവനകൾ, ഖമേനിയുടെ തീരുമാനങ്ങൾ, ഫത്വകൾ എങ്ങനെയാണ് ഒരു രാജ്യത്തെ മുച്ചൂട് മുടിപ്പിച്ചതെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അധികാരത്തിലെത്തി അന്നു തൊട്ട് ഇന്നോളം ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്നതാണ് ഖമേനിയുടെ സുപ്രധാനമായ മുദ്രാവാക്യം. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സർവനാശത്തിനായി കാത്തിരിക്കുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന, അതിനുവേണ്ടി സകല ഭീകര സംഘടനകൾക്കും ചെലവും കൊടുത്ത് വളർത്തിയ ഇറാൻ മതഭരണകൂടത്തിന്റെ കയ്യിലിരിപ്പ് അത് തന്നെയാണ് ഇറാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ഗതികേടിന്റെയും കാരണം. 1979 ഖമേനിമാരുടെ ഇസ്ലാമിക ഭരണകൂടം നിലവിൽ വരുന്നതുവരെ ഇസ്രായേലുമായി നല്ല സഹകരണത്തിലുള്ള രാജ്യമായിരുന്നു ഇറാൻ. ഇസ്രായേലിനെ അംഗീകരിച്ച രണ്ടാമത്തെ മുസ്ലിം രാജ്യമായിരുന്നു ഇറാൻ. ടെഹ്റാനിൽ ഇസ്രായേലിന് എംബസി ഉണ്ടായിരുന്നു. അവർ പരസ്പരം അംബാസിഡർമാരെ കൈമാറിയിരുന്നു. നല്ല വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ പ്രധാന എണ്ണദാതാവായിരുന്നു. ഇറാൻ സേനയ്ക്ക് മൊസാദിന്റെ പരിശീലനം നേരിട്ട് ലഭിച്ചിരുന്നു. സുരക്ഷാ കാര്യങ്ങളിലും സൈനിക കാര്യങ്ങളിലും അവർ സഹകരിച്ചിരുന്നു. ഈ സഹകരണത്തെ, സഹവർത്തിത്വത്തെ അട്ടിമറിച്ചത് ഖമേനി ഭരണകൂടമാണ്. ഇസ്രായേൽ എംബസി അവർ ഫലസ്തീൻ എംബസിയാക്കി മാറ്റുന്നു. ഇസ്രായേലുമായി സകല ബന്ധങ്ങളും മുറിച്ചു മാറ്റുന്നു. ഡെത്ത് ടു ഇസ്രായേൽ എന്നത് അവരുടെ പ്രധാന അജണ്ടയാക്കി മാറ്റി. അന്നു മുതൽ ഇന്നോളം അവർ ഇസ്രായേലിന്റെ സർവനാശത്തിനായി പ്രയത്നിച്ചു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ ഒറ്റൊരു കാരണമേ ഉള്ളൂ. അത് ഇറാൻ മുന്നോട്ട് വെച്ച ജൂതവിരോധമാണ്. ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ എന്നീ ഭീകര സംഘടനകൾക്ക് പാലും തേനും കൊടുത്ത് ഇസ്രായേലിനെതിരെ നിരന്തരം പ്രോക്സി വാർ നടത്തുകയായിരുന്നു ഇറാൻ. ഇസ്രായേലുമായി ഒരതിർത്തിയും ഇറാൻ പങ്കിടുന്നില്ല. 2300-ലധികം കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഇറാൻ 2 വർഷത്തോളം നീണ്ടുനിന്ന ഇക്കഴിഞ്ഞ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിന്റെ സുപ്രധാന കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒക്ടോബർ 7 എന്ന 2023 ഇസ്രായേലിന് നേരെ നടത്തിയ ഇറാന്റെ ഭീകര ആക്രമണമാണ്. ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട 10,000-കണക്കിന് ഫലസ്തീനികളുടെയും ഇസ്രായേലികളുടെയും ദാരുണമായ മരണത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ ഖമേനി ഭരണകൂടത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. സ്വന്തം ജനങ്ങൾ ചത്തിട്ടായാലും കുഴപ്പമില്ല, ഇസ്രായേൽ അങ്ങ് തീർന്നു കിട്ടണം എന്നതായിരുന്നു ഇസ്ലാമിക് റെജീമിന്റെ ആവശ്യം. എന്തായാലും തീവ്രവാദ സംഘടനകൾക്കൊപ്പം തന്നെ IRGC എന്ന മതഗുണ്ടാപ്പടയും ഉപയോഗിച്ച് അവർ ഇറാൻ എന്ന് പറയുന്ന നാട്ടിൽ നടത്തിയ അഴിഞ്ഞാട്ടം, അവർ ആ നാട്ടിലെ 30,000-ലധികം മനുഷ്യരെ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ വെടിവെച്ചും വെട്ടിയും ക്രെയിനുകളിൽ കെട്ടിത്തൂക്കിയും കൊന്നു തള്ളിയത് ഈ ഇസ്ലാമിക് ഭരണകൂടത്തിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ മാത്രമാണ്. ഇത്തരത്തിലുള്ള അതിഭീകരനായ ഭരണാധികാരിയെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ, അമേരിക്ക സംയുക്തമായി നടത്തുന്ന യുദ്ധത്തിൽ കൊന്നുകളയുന്നു. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ ആക്രമിക്കുന്നതും യുദ്ധം തൊടുത്തുവിടുന്നതുമൊക്കെ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും മര്യാദകളുടെ ലംഘനമാണ് എന്ന തത്വത്തിൽ അംഗീകരിക്കാമെങ്കിലും ആയത്തുള്ള അലി ഖമേനി എന്ന് പറയുന്ന നേതാവ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ നരകതുല്യമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു ഭീകരനായ ഭരണാധികാരി കൊല്ലപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇയാൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ കേരളം മുതൽ അങ്ങ് കശ്മീർ വരെയുള്ള നിരവധി ആളുകൾ രംഗത്തെത്തുന്നത്. ആയത്തുള്ള അലി ഖമേനിയുടെ ഭരണകാലഘട്ടത്തെയും അദ്ദേഹത്തിന്റെ ഫത്വകളും മാത്രം ഒന്ന് കേട്ടാൽ എത്രത്തോളം ഭീകരമായിരുന്നു ഇയാൾ മുന്നോട്ട് വെച്ചിരുന്ന രാഷ്ട്രീയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മതവും ഭരണകൂടവും ഒന്നു ചേരുന്ന ഒരു തിയോക്രാറ്റിക് സംവിധാനത്തിൽ ഒരു പരമോന്നത നേതാവ് എങ്ങനെയാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിലും രാജ്യനയങ്ങളിലും ഇടപെടുന്നതെന്നതിന്റെ നേർക്കാഴ്ചയാണ് ഖമേനിയുടെ ജീവിതം. ഖമേനിയുടെ കീഴിൽ ഇറാൻ പിന്തുടരുന്നത് കർശനമായ ലിംഗ വേർതിരിവാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ലിംഗസമത്വം എന്ന ആശയത്തെ സയനിസ്റ്റ് ഗൂഢാലോചനയായി വിശേഷിപ്പിച്ച വ്യക്തിയാണ്. സ്ത്രീകളുടെ പദവി എന്നാൽ അത് വീടിനുള്ളിൽ ഒതുക്കി നിർത്തേണ്ട ഒന്നാണ് എന്നുള്ളതായിരുന്നു ഖമേനി മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. സ്ത്രീകൾ എന്നാൽ ദൈവം സൃഷ്ടിച്ച മൃഗങ്ങളാണ് എന്നും ആ മൃഗങ്ങൾ ആണുങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ളതാണെന്നും പ്രസംഗിച്ച് നടന്നൊരു നേതാവായിരുന്നു അദ്ദേഹം. 1979 വിപ്ലവത്തിന് ശേഷം വന്ന നിർബന്ധിത ഹിജാബ് നിയമം അത് ഖമേനി കൂടുതൽ കർക്കശമാക്കി. മഹസ അമിനിയുടെ മരണം ഇതിന്റെ ഏറ്റവും ദാരുണമായ ഉദാഹരണമാണ്. ഹിജാബ് അവിടെ വെറുമൊരു വസ്ത്രമല്ല, മറിച്ച് ഭരണകൂടത്തിന്റെ അധികാരം സ്ത്രീ ശരീരത്തിന് മേൽ ഉറപ്പിക്കാനുള്ള രാഷ്ട്രീയ ചിഹ്നമായാണ് അത് ഉപയോഗിക്കുന്നത്. ധാരാളം വിദ്യാഭ്യാസ നിയന്ത്രണങ്ങൾ ഇറാനിൽ നടപ്പിലാക്കി വന്നു. 36ഓളം സർവകലാശാലകളിൽ സയൻസ്, എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ സ്ത്രീകൾക്ക് വിലക്കേർപ്പെടുത്തിയത് സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. ഉയർന്ന വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന ഭയം ഇതിന് പിന്നിലുണ്ടായിരുന്നു. ജനസംഖ്യാ നയമാണ് മറ്റൊന്ന്. സ്ത്രീകളുടെ സ്വയംഭരണാധികാരവും ആദ്യകാലങ്ങളിൽ ഇറാൻ ജനന നിയന്ത്രണം പ്രോത്സാഹിപ്പിച്ചെന്നെങ്കിലും ഖമേനി അത് പാപമായി പ്രഖ്യാപിച്ചു. സ്ത്രീകൾ പ്രസവിച്ചു കൂട്ടട്ടെ എന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. വന്ധ്യംകരണ ശസ്ത്രക്രിയകൾ നിരോധിച്ചു. അബോർഷൻ ക്രിമിനൽ കുറ്റമാക്കിയതും സ്ത്രീകളുടെ ശാരീരികമായ സ്വയംഭരണാധികാരത്തെ ഹനിക്കുന്നതിന് വേണ്ടിയായിരുന്നു.
13 വയസ്സിൽ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയും കൊണ്ടുവന്നു. ഇതുവഴി ഒരു വലിയ വിഭാഗം പെൺകുട്ടികളുടെ ഭാവി അടുക്കളയിലേക്കും പ്രസവത്തിലേക്കും മാത്രമായി ഒതുങ്ങി. സൈക്ലിംഗ് പോലും സ്ത്രീകൾക്ക് നിരോധിച്ച ഫത്വയുണ്ട്. സാമൂഹിക നിയന്ത്രണവും വലിയ രീതിയിലുണ്ട്. സ്ത്രീകൾ സൈക്കിൾ ചവിട്ടുന്നത് വിലക്കിയ ഫത്വ പൊതുധാർമ്മികതയുടെ പേര് പറഞ്ഞാണ് നടപ്പിലാക്കിയത്. സ്ത്രീകളുടെ ചലന സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുക എന്നതായിരുന്നു ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം. ഹാഷ്ടാഗ് ക്യാമ്പയിനുകളിലൂടെയും പരസ്യമായി സൈക്കിൾ ചവിട്ടിയും ഇതൊക്കെ സ്ത്രീകൾക്കെതിരെ ഉള്ളതായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ എത്രയോ ഭീകരമായ രീതിയിൽ ഇതൊക്കെ ഇവിടെ നടപ്പിലാക്കിയിരുന്നു. വ്യക്തി എന്ന നിലയിൽ ഒരാൾക്കും സ്വാതന്ത്ര്യമില്ലാത്ത, സ്ത്രീയാണെങ്കിൽ പ്രസവിച്ചു കൂട്ടാനും അടുക്കളയിലെ പണി ചെയ്യണമെന്ന് മാത്രം പറഞ്ഞിരുന്ന ഒരു നേതാവാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. ഇത്തരമൊരു നേതാവിന് വേണ്ടിയാണ് ഇവിടെയുള്ള ആളുകൾ കണ്ണുനീർ പൊഴിക്കുന്നത്. 2025 അവസാനം ആരംഭിച്ച് 2026 ആദ്യം പൂർണ്ണമായും ഭരണകൂടം അടിച്ചമർത്തിയ വലിയൊരു കലാപം ഇറാനിൽ നടക്കുകയായിരുന്നു. ആ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നതോടുകൂടി ഇവർ തെരുവിലിറങ്ങി. വിലക്കയറ്റ പ്രക്ഷോഭമായി മാറിയത് വീണ്ടും അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അവർ സംസാരിക്കാൻ തുടങ്ങി. പട്ടാളത്തെ ഉപയോഗിച്ച് ക്രൂരമായി അടിച്ചമർത്തുന്ന രീതിയാണ് ഖമനേയി സ്വീകരിച്ചത്. പ്രതിഷേധിക്കുന്നവരെ ദൈവത്തിന്റെ ശത്രുക്കളായി മുദ്രകുത്തി വധശിക്ഷയ്ക്ക് വിധിക്കുന്നതായിരുന്നു അവിടുത്തെ രീതി. ഖമനേയിക്ക് വേണ്ടി കരയുന്നവർ ഖമനേയി മുന്നോട്ട് വെച്ച ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡുകളെയും പിന്തുണയ്ക്കുന്നുണ്ടോ എന്നുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട്.